ഒരുപാട് ചിരിച്ചു. ഏതെങ്കിലും നാടൻ കാക്കക്കാരോ. ഏതായാലും ഖിത്താന്റെ നിയമങ്ങൾ എന്താ വെച്ചാൽ പുരുഷനും സ്ത്രീക്കും ഖിത്താന് ചെയ്യൽ നിർബന്ധമാണ്. പുരുഷന്റെ വിഷയത്തിൽ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ സ്ത്രീയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പ്രവാചകരുടെ ഒരു ഹദീസുണ്ട്, മസ്സൽ ഖിത്താനു അൽ ഖിത്താന വജബൽ ഉസുലു. അതായത് ആണിന്റെ ഖിത്താന് സ്ത്രീയുടെ ഖിത്താനുമായി സ്പർശിച്ചാൽ കുളി നിർബന്ധമാണ്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായി സ്ത്രീക്കും പുരുഷനും ഖിത്താൻ എന്താണ്, നിർബന്ധമാണ്. പിന്നെ സ്ത്രീയുടെ ഖിത്താന് ചെയ്യേണ്ടത് എവിടെ വെച്ചാൽ സ്ത്രീയുടെ ഫർജിന് മുകളിലായിട്ട്, അതായത് മൂത്രം പോകുന്ന ദ്വാരത്തിന്റെ മുകളിൽ നിന്ന് അല്പം ലഹ്മത്ത് ഇറച്ചി എന്താവുക നീക്കം ചെയ്യപ്പെടുക. ഇതാണ് സ്ത്രീയുടെ ഖിത്താന്. പുരുഷന്റെ ഖിത്താൻ എന്നുള്ളത് ഹഷ്ഫമ്മ കവർ ചെയ്തിട്ടുള്ള ലഹ്മിനെന്താവുക, ആ തോലിനെന്താവുക നീക്കം ചെയ്യപ്പെടുക. ഇതാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ഖിത്താന് ചെയ്യപ്പെടേണ്ട ഭാഗങ്ങൾ. പിന്നെ ഇത് ചെയ്യേണ്ട സമയം എപ്പോഴോ വെച്ചാൽ കൈയാണെങ്കിൽ കുട്ടി ജനിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഇനി 7 പറ്റിയില്ലെങ്കിൽ 14ന്റെ മുമ്പ് ചെയ്യുക, 14ാമത്തെ ദിവസം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഒരു നിസ്കാരം കൊണ്ട് ഒരു വ്യക്തിയോട് കൽപ്പന വരുന്നത് 7ാം വയസ്സ് മുതലാണ്. 7ാം വയസ്സ് മുതലാണ് നിസ്കാരം കൊണ്ട് കുട്ടിയോട് കൽപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 7 വയസ്സിന് മുമ്പിലായിട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഡൗട്ടുള്ള